എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ SBI ക്ലർക്കിന്റെ പ്രിലിംസിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസായി. നമുക്ക് ഫെബ്രുവരി 22, 27, 28 ആൻഡ് മാർച്ച് 1 ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ എക്സാം ഡേറ്റ്. എല്ലാവരും തിരക്കിട്ട പ്രിപ്പറേഷനിലായിരിക്കും, നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ചോദിച്ചു, മിസ്സേ റീസണിങ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം? അപ്പൊ നമുക്ക് റീസണിങ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ 35 വാങ്ങിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യണം. പക്ഷെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ഏറ്റവും പുതിയ ബാച്ചാണ് അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ചിന്റെ പ്രത്യേകത? ഒന്നുമില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2025 വരാൻ പോകുന്ന എല്ലാ ബാങ്ക് എക്സാംസിന്റെയും എല്ലാ ഇൻഷുറൻസ് എക്സാമും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇവിടെ 6 months വാലിഡിറ്റി ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. IBPS ക്ലർക്കിന്റെ ഒക്കെ എക്സാം വരുമ്പോഴത്തേക്കും ഡിസംബർ ആകുമല്ലോ. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ അതിനുള്ള പ്രാക്ടീസ് സെറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നിരിക്കും. ഈ 6 months കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്കും തീർത്തിട്ട് മുന്നോട്ടുള്ള എക്സാംസിനെല്ലാം നമ്മളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. എല്ലാ എക്സാംസിനും ഇപ്പൊ നമ്മുടെ അച്ചീവേഴ്സ് ബാച്ചിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അച്ചീവേഴ്സ് ബാച്ച് നമ്മൾ മെയ് 29 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മൾ SBI ക്ലർക്കിന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഒക്കെ പ്രാക്ടീസ് സെറ്റ് ഉറപ്പായിട്ടും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിലുള്ള ആസ്പിറൻസിനോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ 2025 വരുന്ന എല്ലാ എക്സാംസും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അത് SBI PO, SBI ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്, അതുകൂടാതെ എല്ലാ ഇൻഷുറൻസ് എക്സാമും, അതേപോലെ തന്നെ IDBI, ഇതിന്റെ എല്ലാത്തിന്റെയും സിലബസ് സെയിം ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മുടെ എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെയും സിലബസ് സെയിം ആണ്. ബട്ട് നമ്മൾ സിലബസ് 1 time സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സാംസിന്റെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ എല്ലാത്തിനും സെപ്പറേറ്റ് പ്രാക്ടീസ് സെറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബാച്ചിൽ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ, ടെലഗ്രാം ത്രൂ ഉള്ള പ്രാക്ടീസ്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ എല്ലാം നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, വളരെ കുറച്ച് ടോപ്പിക്സേ ആയിട്ടുള്ളൂ. നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഓരോ കുഞ്ഞു ടോപ്പിക്കിന് പോലും 2, 3 ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എത്രയും വേഗം ജോയിൻ ചെയ്ത് നമ്മളുടെ റെക്കോർഡഡ് സെഷൻസ് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ, അത് കണ്ടു തീർത്ത് വേഗത്തിൽ ലൈവിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എക്സ് സർവീസിന് മാത്രമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് എക്സ് സർവീസ് മാനിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ബാങ്കിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന എല്ലാ എക്സാംസിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, എക്സ് സർവീസ് അല്ലെങ്കിൽ ഇനി എക്സാംസ് എഴുതാൻ പോകുന്നവർ ഉറപ്പായിട്ടും അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ചിൽ ജോയിൻ ചെയ്യണ്ട, നമ്മളുടെ മിഷൻ സൈനിക് ബാങ്കർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് കഴിഞ്ഞു പോയ ക്ലാസ്സസിന്റെയും റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതേപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പറും ഏതൊക്കെ എക്സാംസ് എക്സ് സർവീസിനുണ്ടോ അതിന്റെ എല്ലാത്തിനും ഈ വർഷം വരുന്ന എല്ലാ എക്സാംസിനും നമ്മളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. സോ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യുക, നമ്മളുമായിട്ട് ഒരുമിച്ച് ഇന്ന് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കാം. അതേപോലെ എൻ്റെ ടെലഗ്രാം ചാനലാണ് റീസണിങ് വിത്ത് അഞ്ജു. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സർക്കിളിൽ നടക്കുന്ന ഏതൊക്കെ എക്സാംസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടോ അതേപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പറും എല്ലാം ഈ ഒരു ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റീസണിങ് വിത്ത് അഞ്ജു എന്ന് നിങ്ങളുടെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളുടെ SBI ക്ലർക്കിന് നമ്മളുടെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് പ്രിലിംസിന് 3 സബ്ജക്റ്റ് ആണുള്ളത്: ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിംഗ്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്, 20 മിനിറ്റ് ആണ് ടൈം പറയുന്നത്. നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്സ് ആൻഡ് 20 മിനിറ്റ്സ്. റീസണിംഗ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്സ് ആൻഡ് 20 മിനിറ്റ്സ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് 3 സബ്ജക്റ്റ് ആണ്. ക്വാണ്ടും റീസണിംഗ് 35 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യന് ഓരോ മാർക്ക്, 20 മിനിറ്റ് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. എന്താണ് സെക്ഷണൽ ടൈമിംഗ് എന്ന് അറിയാലോ. ഇപ്പൊ ആദ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 20 മിനിറ്റ് മാത്രമേ കാണാൻ പറ്റൂ. അതിനുശേഷം ക്വാണ്ട് ആയി കഴിഞ്ഞാൽ ആ ക്വാണ്ടിന്റെ 35 ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത 20 മിനിറ്റ് കാണാൻ പറ്റുക. ദെൻ റീസണിംഗ് അടുത്ത
35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റിൽ കാണാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 1 അവർ ആണ് ടൈം. 20 മിനിറ്റ് മാത്രമായിരിക്കും ഒരു പെർട്ടിക്കുലർ സെക്ഷന് നിങ്ങൾക്ക് കിട്ടുക. ആ ടൈമിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാം, ഇത് സെക്ഷണൽ ടൈമിംഗ് ആണ്. നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല SBI ക്ലർക്കിന്. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. അത് നമുക്ക് ശരിക്കും അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഓവറോൾ കട്ട് ഓഫ് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. SBI ക്ലർക്കിന് എത്രയായിരിക്കും കട്ട് ഓഫ്? കഴിഞ്ഞ 5 കൊല്ലത്തെ കട്ട് ഓഫിന്റെ ഒരു അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രയാണ് കട്ട് ഓഫ്, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എത്ര മാർക്കായിരിക്കണം എന്റെ ടാർഗറ്റ് എന്നുള്ളൊരു ബേസ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിലിംസിന് എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഉള്ളത്, അപ്പൊ അത് ഞാൻ പറഞ്ഞതിന് ശേഷം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് പറയാം. നമുക്ക് പറയാനും പഠിക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് റീസണിങ്ങിനെ 2 കാറ്റഗറി ആയിട്ട് അങ്ങ് തിരിക്കുകയാണ്. മിസ്ലേനിയസ് സെക്ഷൻ എന്നും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെക്ഷൻ എന്നും 2 സെക്ഷൻ ആക്കി നമ്മൾ റീസണിങ്ങിനെ തിരിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയും ആൾക്കാരെ ഞാൻ മിസ്ലേനിയസ് ആക്കി, എന്തുകൊണ്ടാ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിനെ ഞാൻ സെപ്പറേറ്റ് ഇട്ടത്? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ റീസണിങ്ങിന്റെ രാജാവാണ്. കാരണം നമ്മളിപ്പോ പ്രിലിംസിന് 35 ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. ആ 35 ക്വസ്റ്റ്യനിൽ 20 മാർക്സിന് വരെ ചോദിക്കുന്നത് പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റും ആണ്. 50% കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വെയിറ്റേജ് എത്രയാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ട് ഈ കൂട്ടത്തിൽ എക്സാംസ് എഴുതാൻ പോകുന്നവർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിനെപ്പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ പറയുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത്. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പൊ 20 മാർക്സിന് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചേ പറ്റൂ. അപ്പൊ ചോദിക്കും, അത് മാത്രം മതിയോ? പോരാ, നമുക്ക് ബാക്കി 15 മാർക്കിന് ചോദിക്കുന്നതാണ് നമ്മളുടെ ഈ മിസ്ലേനിയസ് ടോപ്പിക്സ്. അപ്പൊ മിസ്ലേനിയസ് ടോപ്പിക്സിനകത്തില് പ്രിലിംസിന് ചോദിക്കുന്ന ഒരു 6 ടോപ്പിക് ഉണ്ട്. വളരെ എളുപ്പവും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ടോപ്പിക്കാണ്. അതിലൊന്നാമത്തെ ടോപ്പിക്കാണ് നമ്മളുടെ ഡയറക്ഷൻ ടെസ്റ്റ്. സിമ്പിൾ ആയിട്ട് നമ്മളോട് പറയും, ഇപ്പൊ ഇന്നാളെ പേ എന്ന് പറയുന്ന ഒരു പേഴ്സൺ നോർത്തിലേക്ക് പോയി, അവിടെ നാളെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, അവിടെ നാളെ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, എഗെയിൻ ഒരു 10 മീറ്റർ സഞ്ചരിച്ചു. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്ഷൻ ടെസ്റ്റിൽ വരിക. മിനിമം 1 to 3 മാർക്സ് ആണ്, മാക്സിമം 3 മാർക്കേ ചോദിക്കൂ. 1 to 2 മാർക്സിനാണ് സാധാരണഗതിയിൽ നമുക്ക് ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ്. വളരെ എളുപ്പമുള്ള, ഇപ്പൊ ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അത്ര ലെവൽ കൂടിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുക. പിന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ ഉണ്ടാകും. അതിൽ ചിലപ്പോൾ അതും മാക്സിമം നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ, കഴിഞ്ഞ 5 വർഷത്തെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് അതിൽ അറിയാൻ പറ്റും എന്ത് ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്ന്. അതേപോലെ തന്നെ ബ്ലഡ് റിലേഷൻ വളരെ ഈസി ടോപ്പിക്കുമാണ്. നമ്മളെ കുഴപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ടൈം കളയാൻ സാധ്യത അല്ലെങ്കിൽ കഴിവുള്ള ഒരാൾ കൂടെയാണ് നമ്മളുടെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് കിട്ടുന്ന ക്വസ്റ്റ്യനും ഉണ്ട്, ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളുടെ ടൈം എങ്ങനെ കളയാം എന്നതിൽ ശരിക്കും പറഞ്ഞ PhD എടുത്തിരിക്കുന്ന ഒരാളാണ് നമ്മളുടെ ബ്ലഡ് റിലേഷൻ. അപ്പൊ അത് നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ചെയ്യാൻ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ട്രിക്കി ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ പ്രാവശ്യം IBPS PO പ്രിലിംസിന് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ബ്ലഡ് റിലേഷൻ നന്നായിട്ട് ചെയ്യാൻ അറിയാം. അപ്പൊ നമ്മൾ ഇപ്പൊ കിട്ടും എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഞാൻ ഇതെടുത്ത് പറയാനുള്ള റീസൺ, ഒരു ടോപ്പിക്കിൽ മീൻസ് ഏത് ടോപ്പിക്കിലാണെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ ടൈം എന്ത് ചെയ്യാൻ പാടില്ല, സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അത് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പിക് പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. ദെൻ ഇൻഇക്വാളിറ്റി നമ്മുടെ റീസണിങ്ങിലെ ഏറ്റവും എളുപ്പമുള്ളതും വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ഒറ്റ മാർക്കിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഇക്വാളിറ്റി. ദെൻ കോഡിംഗ് ഡീകോഡിംഗ്. ആ കോഡിംഗ് ഡീകോഡിംഗ് ചൈനീസ് കോഡിംഗ് ആണ് ചോദിക്കുക. ഒരുപാട് ടൈപ്പ് ഓഫ് കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്. അതിൽ ചൈനീസ് കോഡിംഗ് ആണ് നമുക്ക് ബാങ്ക് എക്സാമിന്റെ പ്രിലിംസിന് ചോദിക്കുന്നത്. ദെൻ ആൽഫ ന്യൂമറിക് സീരീസ് ആൻഡ് സിലോജിസം. സിലോജിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽഫ ന്യൂമറിക് സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സിലോജിസം 5 ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ഈ 6 ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് 15 മാർക്സ് കിട്ടുന്നത്. അപ്പൊ ഈ 6 ടോപ്പിക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. ഈ 6 ടോപ്പിക്കും അടിപൊളിയായിട്ട് പഠിക്കണം. അതിന് ആ ഒരു മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ 7 to 8 മിനിറ്റ്സ് എടുത്ത് കംപ്ലീറ്റ് ആക്കണം. നമുക്ക്
20 മിനിറ്റ് ആണ് സമയം. ആ 20 മിനിറ്റിൽ 7 മുതൽ 8 മിനിറ്റ് വരെ 7 to 8 മിനിറ്റ്സ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? നമ്മളുടെ മിസ്ലേനിയസ് സെക്ഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ചോദിക്കും, ആദ്യം മിസ്ലേനിയസ് ചെയ്യണോ എന്നിട്ട് വേണോ പസിൽസിലേക്ക് വരാൻ? അതിലേക്ക് ഞാൻ വരാം. അപ്പൊ മിസ്ലേനിയസ് സെക്ഷന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഈ 6 ടോപ്പിക്കിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് 15 മാർക്കിന് മിസ്ലേനിയസ് സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മെൻ ബൈ പസിൽസ്? എന്താ ഈ പസിൽസ് എന്ന് പറഞ്ഞാൽ? നമ്മളെ കൺഫ്യൂസ് ആക്കുന്നത് എന്തോ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പസിൽസ് എന്ന് വിളിക്കാം. നമ്മൾ പണ്ട് ഈ സുഡോക്കു ഒക്കെ പണ്ടെന്നാൽ ഇപ്പോഴും നിങ്ങൾ ചെയ്യാറുണ്ടായിരിക്കും. സുഡോക്കു, അതേപോലെ തന്നെ പദപ്രശ്നം, ഇതെല്ലാം എ ടൈപ്പ് ഓഫ് പസിൽസ് ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ, നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ നമുക്ക് കുറെ അധികം സെന്റൻസസ് തരും. അത് സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് മനസ്സിലാക്കിയെടുക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് പസിൽസ്. നമ്മളെ കൺഫ്യൂസ് ആക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പസിൽസ് ഉണ്ട്. അതിൽ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പസിൽസ് ആണ് ദേ ഇവിടെ കൊടുത്തേക്കുന്നത്. ബോക്സ് ബേസ്ഡ് പസിൽ. ഇപ്പൊ ആദ്യത്തേതാണ് ബോക്സ് ബേസ്ഡ് പസിൽ. ഒന്നുമില്ല, ഒന്നിന് മുകളിൽ ഒന്നായി ബോക്സസ് അടുക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ ആ ബോക്സസിന് ഒരു 8 ബോക്സസ് ഉണ്ടെങ്കിൽ 8 ബോക്സസിന് ഞാൻ ആൽഫബറ്റ്സിന്റെ നെയിം കൊടുക്കുക. A to H ഞാൻ കൊടുത്തു. അപ്പൊ നമ്മളോട് കണ്ടീഷൻസ് എങ്ങനെയായിരിക്കും പറയുന്നതെന്ന് അറിയോ? ബിക്കും സിക്കും ഇടയിൽ 2 ബോക്സ്, ഇ എന്ന് പറയുന്ന ബോക്സ് എച്ച് എന്ന് പറയുന്ന ബോക്സിന് തൊട്ട് മുകളിലാണ്. ഇങ്ങനെ കുറേ അധികം കണ്ടീഷൻസ് നമ്മളോട് പറയും. അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. അപ്പൊ എങ്ങനെ കണ്ടീഷൻസ് എഴുതണം? ആ എഴുതി വെച്ചിരിക്കുന്ന കണ്ടീഷൻസിനെ, അതായത് പലയിടത്ത് കിടക്കുന്ന കണ്ടീഷൻസിനെ മെർജ് ചെയ്ത് എഴുതുക. ആ കണ്ടീഷൻസ് എല്ലാം കൂടെ മെർജ് ചെയ്ത് വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് സോർട്ട് ഔട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റണം. അത് എത്ര വേഗം സാധിക്കുന്നോ അത്ര വേഗം ഈ ക്വസ്റ്റ്യൻ സോൾവ് ആകുകയും നമുക്കൊരു ബാങ്കർ ആകാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്കൊരു ബേസ് ഐഡിയ കിട്ടാനായിട്ടാണ്. അതേപോലെ തന്നെയാണ് ഫ്ലോർ ആൻഡ് ലിഫ്റ്റ് ബേസ്ഡ് പസിൽ. ബോക്സിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായി ഇത്ര ഫ്ലോറിൽ ഇത്ര ആൾക്കാർ താമസിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ദെൻ മന്ത് ആൻഡ് ഡേ പസിൽസ്. മന്ത് ബേസ്ഡ് പസിൽ അല്ലെങ്കിൽ മാസത്തിനെ ബേസ് ചെയ്തിട്ട് ഇന്ന മാസം ഇന്ന തീയതികളിൽ ഇന്ന ആൾക്കാർക്ക് എക്സാംസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് തരും. ദെൻ ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ. ഇപ്പം ഒരു 6 പേഴ്സൺസിനെ തന്നിട്ട് ഇന്ന ആൾക്ക് ഇന്ന ആളെ കാട്ടിലും ഹൈറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഏജ് കൂടുതലാണ്, ഏജ് കുറവാണ്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ. ദെൻ ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽ. നേരത്തെ ഫ്ലോർ പസിൽ മാത്രം പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഫ്ലോർ പസിൽ മാത്രം പറയുമ്പോൾ ഫ്ലോർ ഇതേ ഇങ്ങനെയാ വരയ്ക്കുക. ഇപ്പം 1 2 3 4 5 ഇങ്ങനെ നമ്മൾ പറയും, ഫ്ലോർ മാത്രം വരയ്ക്കും. ഇതിന്റെ കൂട്ടത്തില് എക്സ്ട്രാ ഒരു ഫ്ലാറ്റും കൂടെ വരും. ഇപ്പൊ ഫ്ലാറ്റ് എ, ഫ്ലാറ്റ് ബി, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽസ്. ദെൻ പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിൽ, ഏജ് ബേസ്ഡ് പസിൽ ആൻഡ് ടാബുലർ പസിൽ. ആക്ച്വലി ഓർഡർ ആൻഡ് റാങ്കിങ് പസിലും പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിലും ഒക്കെ സെയിം കാറ്റഗറിയിൽ വരുന്നതാണ്. ഇന്ന ബാങ്കിൽ ഇപ്പം അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ജനറൽ മാനേജർ അങ്ങനെ കുറെ പോസ്റ്റ് തരും. അപ്പം നമ്മൾ ആ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും അവർ കണ്ടീഷൻസ് തരിക. കണ്ടീഷൻസ് സോർട്ട് ഔട്ട് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. അതേപോലെ ഏജ് പസിൽസ് ആണെങ്കിലും ടാബുലർ പസിൽസ് ആണെങ്കിലും ഇതെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പസിൽസ് ആണ്. ഇതിൽ ഞാൻ ആദ്യത്തെ 4 എണ്ണം പറഞ്ഞില്ല. നല്ല ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മിക്ക ഷിഫ്റ്റുകളിലും ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബോക്സ്, ഫ്ലോർ, മന്ത് ആൻഡ് ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഷിഫ്റ്റുകളിലും നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പസിൽസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് പസിൽസിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഇനി പസിൽസ് മാത്രമല്ല, നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റും ഉണ്ട്. അപ്പൊ എന്താ സീറ്റിംഗ് അറേഞ്ച്മെന്റ്? നമുക്ക് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. കുറെ അധികം ആൾക്കാർ സ്ട്രെയിറ്റ് ലൈനിലുള്ള അറേഞ്ച്മെന്റ് ആണ് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അത് തന്നെ പേഴ്സൺസിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ദെൻ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. എന്താ? സർക്കിളിലെ ബേസ്, സർക്കിൾ ഷേപ്പിൽ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അപ്പൊ എന്തായിരിക്കും സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്? സ്ക്വയർ ഷേപ്പിലുള്ള അറേഞ്ച്മെന്റ്. അപ്പൊ റെക്ടാംഗുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്തായിരിക്കും? റെക്ടാംഗിൾ ഷേപ്പിലുള്ള അറേഞ്ച്മെന്റ്. അതിൽ പേഴ്സൺസ് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. കോർണറിൽ ഇരിക്കാം, മിഡിൽ ഇരിക്കാം, കോർണറിൽ തന്നെ ഇരുന്നിട്ട് ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ, ഫേസിംഗ് എവേ ഫ്രം ദി സെന്റർ, എങ്ങനെ വേണമെങ്കിലും നമ്മളോട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആൻഡ് ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഈ ഇത്രയും സീറ്റിംഗ് അറേഞ്ച്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വേണമെങ്കിലും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോ എന്താണ് പസിൽസ്, എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന ഒരു കുഞ്ഞ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിൽ തന്നെ
ഓരോ ടൈപ്പ് ഫ്ലോർ പസിൽ എന്താണ്, ബോക്സ് പസിൽസ് എങ്ങനെ ചെയ്യണം, ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു ബേസ് ഐഡിയ, എങ്ങനെ ക്വസ്റ്റ്യൻസ്, എങ്ങനെ കണ്ടീഷൻസ് എഴുതണം, എഴുതി വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് എങ്ങനെ മെർജ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കുറേ ടോപ്പിക്സിലെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. സോ നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിൽസും. അപ്പൊ നമുക്ക് SBI ക്ലർക്കിന്റെ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. എന്താ ഈ 1 വേരിയബിളും 2 വേരിയബിളും ഒക്കെ? ഒന്നുമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ ബോക്സ് പസിൽസ് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ബോക്സ് പസിൽസ് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒന്നിന് മുകളിൽ ഒന്നായി ബോക്സസ് അടുക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ ഞാൻ ചുമ്മാ എഴുതാണ് BCAPQR. ഞാനിപ്പോ ചുമ്മാ ഒരു ബോക്സസിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചോ. ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മളോട് പറയാണ് ബിക്കും പിക്കും ഇടയിൽ 2 ബോക്സ്, Q എന്ന് പറയുന്നത് പിക്ക് തൊട്ട് താഴെയാണ്. ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് പറഞ്ഞിട്ട് ഞാൻ ഈ അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ച് വെക്കുക. ഇതാണ് 1 വേരിയബിൾ. 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ ഈ ബോക്സസിന്റെ കളേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ബോക്സസിൽ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെയും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും കണ്ടീഷൻസ് വരുന്നത്. അത് നമുക്ക് POയ്ക്കാണ് 2 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ക്ലർക്ക് ആയിരിക്കുമ്പോഴത്തേക്കിന് 1 വേരിയബിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ആ ഒരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് ഒരു മാരത്തോൺ സെഷനുമായിട്ട് നമ്മൾ ഉറപ്പായിട്ടും എക്സാമിന് മുന്നേ വരുന്നതായിരിക്കും. ഡെയിലി 3 സബ്ജക്റ്റിന്റെ മാരത്തോൺ സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് എക്സാമിന് മുന്നേ ഉറപ്പായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 1 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രിലിംസിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ആദ്യം പസിൽസ് ചെയ്യണോ, ആദ്യം മിസ്ലേനിയസ് ചെയ്യണോ? ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പം എക്സാമിന് കുറെ നാളുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് ഈ മിസ്ലേനിയസ് ടോപ്പിക്സ് എല്ലാം അറിയാം. നിങ്ങൾക്ക് ഈ പസിൽസിന്റെയും സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം, ഏതിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. എന്തുവാ ഈ സെക്ഷണൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ? ഒന്നുമില്ല, നമ്മുടെ റീസണിങ് 35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റിൽ മാത്രം ചെയ്യുക. അതായത് നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ടായിരിക്കും ഡെയിലി ബേസിസിൽ അല്ലെ. ഇപ്പൊ എക്സാമിങ് എത്തിപ്പോയി, സോ എല്ലാവരും എല്ലാ ദിവസവും ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ കൂട്ടത്തിൽ അപ്പൊ നമുക്കൊരു സ്ട്രാറ്റജി നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് അത് ചെയ്യുക. ഇപ്പോ ഇവിടെ 35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റിൽ മാത്രം ചെയ്യാം. അതെടുത്തിട്ട് നിങ്ങൾ 2 രീതിയിൽ ചെയ്ത് നോക്കുക. ഇപ്പൊ ഒന്നാമത്തെ രീതിയിൽ, ഇപ്പൊ എനിക്ക് കൂടുതലും എളുപ്പത്തിലും അല്ലെങ്കിൽ സ്കോർ എനിക്ക് കൂടുതലും കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ ആദ്യമേ മിസ്ലേനിയസ് എല്ലാം കംപ്ലീറ്റ് ആക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പം സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുക അല്ലെ. ഇപ്പൊ ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു പസിലായിരിക്കും കാണുക. ഇപ്പൊ മിസ്ലേനിയസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടിച്ച് മുന്നോട്ടേക്ക് പോകണം. അപ്പൊ അത് അടിക്കാൻ നമുക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം. അല്ലാതെ പതുക്കെ അടിച്ചു മൗസ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അങ്ങനെ കുറെ സമയം പോകാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ ആ അതായത് ഒരു സെക്ഷണൽ ടെസ്റ്റ് 2 രീതിയിൽ ചെയ്ത് നോക്കുക. ഒരേ സമയം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അല്ലെങ്കിൽ 2 സെക്ഷണൽ ടെസ്റ്റ് 2 രീതിയിൽ ചെയ്ത് നോക്കുക. ഒന്ന്, നിങ്ങൾ മിസ്ലേനിയസ് ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് പസിൽസിലേക്ക് വരുന്നത് പോലെ ചെയ്യുക. അല്ല, അടുത്ത ഒരെണ്ണം എന്താണോ ഓർഡർ ആ ഓർഡറിൽ അങ്ങ് ചെയ്യുക. ചിലപ്പോൾ ആദ്യം പസിൽസ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലഡ് റിലേഷൻ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ഇൻഇക്വാളിറ്റി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പിന്നെ ഒരു സിലോജിസം ആയിരിക്കും. ആ ഓർഡറിൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് കൂടുതലും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് വളരെ വേഗത്തിൽ മിസ്ലേനിയസ് കംപ്ലീറ്റ് ആക്കിയിട്ട് പസിൽസിലേക്ക് വരുന്നതാണ്. കാരണം നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു പസിലില് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അങ്ങനെ നിൽക്കരുത്. ഇപ്പൊ ഈവൻ ഇഫ് നിങ്ങൾ നമ്മുടെ മിസ്ലേനിയസ് കംപ്ലീറ്റ് ആക്കിയിട്ടാണെങ്കിൽ പോലും ഒരു പസിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പാടില്ല. നമുക്കൊരു 2 സീറ്റിംഗ് അറേഞ്ച്മെന്റ് 2 പസിൽ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന്. അതിൽ നിന്ന് ഓരോ പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് 5 സബ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണ് 20 മാർക്സിന് നമ്മളോട് ചോദിക്കാം. അപ്പോ നമ്മൾ മിസ്ലേനിയസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വരുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. സമാധാനം മീൻസ് അത്രയും സ്കോർ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേത് ഈ പസിൽസിൽ ഏതെങ്കിലും ഒരു പസിൽസിൽ നിങ്ങളൊന്ന് കുടുങ്ങിപ്പോയാൽ ബാക്കി മിസ്ലേനിയസ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാണ്ട് പോകും. പക്ഷെ ചിലർക്ക് ഈ ഓർഡറിൽ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ ഫാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ 2 സെക്ഷണൽ ടെസ്റ്റ് ഈ പറഞ്ഞ 2 രീതിയിൽ ചെയ്ത് നോക്കുക.
എന്നിട്ട് ഏതിനാണ് നിങ്ങൾക്ക് സ്കോർ കൂടുതൽ കിട്ടിയിട്ടുള്ളതെന്നും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺവീനിയന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുമായത് ഏത് മെത്തേഡാണോ അത് വെച്ചിട്ട് ബാക്കിയുള്ള മോക്ക് ഫുള്ള് ചെയ്യാം. ഒരെണ്ണം ഇവിടെ പ്രാക്ടീസ് ചെയ്തു, എക്സാമിന് പോകുമ്പോൾ വേറൊരു രീതി, അത് നമ്മളെ കൺഫ്യൂസ് ആക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലും നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് തന്നെ എക്സാമിന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ രണ്ട് രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ആക്കരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 20 മിനിറ്റ് എന്ന് പറയുന്നത് എക്സാമിന് ചെന്നിരിക്കുമ്പോൾ കണ്ണടച്ച് തുറക്കും മുന്നെയാണ് തീരുന്നത്. അപ്പൊ ആ സമയത്ത് കൺഫ്യൂഷൻ ഉള്ള ഒരു ടൈം നമുക്കില്ല. വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ ഈ മിസ്ലേനിയസ് ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പസിലാ വന്നതെങ്കിൽ ആ പസിലിനെ നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ എന്ന് കൊടുക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യന്. അപ്പൊ അതൊരു വയലറ്റ് കളറിലാകും, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതില് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ പിന്നീട് പസിൽസ് എവിടെയാണെന്ന് തപ്പി പിടിക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ മിസ്ലേനിയസിൽ തന്നെ ഈ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ 1 or 2 മാർക്സിന് ചോദിക്കുന്ന, മീൻസ് 1 മാർക്കിന്റെ തന്നെ 2 ക്വസ്റ്റ്യൻസ്. ഇപ്പം ഹൗ മെനി പെയർസ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് ആസ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ സീരീസ് ബോത്ത് ഇൻ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ അതേപോലെ നമുക്ക് എന്താ പറയാ, മീനിങ് ഫുൾ വേർഡ്സ്. ഇപ്പം ഒരു വേർഡ് തന്നിട്ട് പറയും ലെഫ്റ്റ് എൻഡിൽ നിന്ന് സെക്കൻഡ് ലെറ്റർ എടുക്കുക, റൈറ്റ് എൻഡിൽ നിന്ന് തേർഡ് ലെറ്റർ എടുക്കുക, അഗൈൻ ഫോർത്ത് എടുക്കുക, ഫിഫ്ത്ത് എടുക്കുക, എന്നിട്ട് ആ ലെറ്റേഴ്സ് വെച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന മീനിങ് ഫുൾ വേർഡ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് നമ്മൾ ഈ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയുമല്ലോ, അത് നിങ്ങൾക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. പസിൽസും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ ഹൗ മെനി പെയർസ് ഓഫ് ലെറ്റേഴ്സ് നമുക്കെല്ലാം മെത്തേഡ് അറിയാം ചെയ്യാന്. പക്ഷെ വലിയ വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷനും അതേപോലെ സമയനഷ്ടത്തിനും സാധ്യതയുണ്ട്. പിന്നെ വളരെ കുഞ്ഞു വേർഡ്സ് ഒക്കെ ആണെങ്കിൽ വളരെ വേഗം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളുടെ അന്നേരത്തെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ഈ പ്രസൻസ് ഓഫ് മൈൻഡ് അന്നേരം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ, നമ്മൾ ഡെയിലി ബേസിസിലോ നമ്മളുടെ പ്രാക്ടീസ് അനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് അതിന്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. 20 മിനിറ്റിൽ ഫോക്കസ് ചെയ്ത് എങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻസ്, ആ 20 മിനിറ്റിൽ എനിക്ക് 35 എത്ര വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളോട്, നിങ്ങൾ ഈ 2 മെത്തേഡിലും ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് മെത്തേഡ് ചെയ്തപ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്. അതായത് സെക്ഷണൽസ് ചെയ്തിട്ട് സെക്ഷണൽസും പോട്ടെ, നമ്മൾ മിസ്ലേനിയസ് ചെയ്തിട്ട് പസിൽസിലേക്ക് വന്നപ്പോഴാണോ അതോ ഓർഡറിൽ ചെയ്തപ്പോഴാണോ. അപ്പൊ അത് ബാക്കിയുള്ള ആസ്പിരൻസിനും അല്ലെങ്കിൽ എനിക്കും അത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ ഉറപ്പായിട്ടും എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രിലിംസിന്റെ കംപ്ലീറ്റ് ആസ് എ ഹോൾ എന്ന് പറഞ്ഞാൽ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ക്ലർക്ക് എക്സാമിന് നമുക്ക് 35 മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷെ അതേപോലെ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അതായത് ഫുൾ ലെങ്ത് മോക്കും ചെയ്യണം. അത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ പസിൽസ് ബുദ്ധിമുട്ടാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മിക്സ് ചെയ്ത് പസിൽസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം നമുക്കിനിയും ഒരാഴ്ചയല്ലേ നമുക്കിനി എക്സാമിനുള്ളൂ. അപ്പോൾ ആ വീക്കിൽ നമ്മൾ 2 വേരിയബിളിലേക്ക് പോകണ്ട, 1 വേരിയബിൾ ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത്രയുമാണ് പ്രിലിംസിന്റെ കാര്യം. എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ നമുക്ക് മെയിൻസിന്റെ കാര്യവും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. മെയിൻസിലും പ്രിലിംസിലെ പോലെ തന്നെ നമുക്ക് മിസ്ലേനിയസ് എന്നും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നും തിരിക്കാം. അവിടെയും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന് വളരെയധികം വെയിറ്റേജ് ഉണ്ട് മാർക്കിന്. അപ്പൊ അത് അവിടെയും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ മിസ്ലേനിയസ് സെയിം ടോപ്പിക്സ് ആണോ? അല്ല. നമ്മുടെ പ്രിലിംസിൽ എന്താണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന്റെ ഇപ്പൊ നമ്മൾ ബേസ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻസിലേക്ക് വരിക. ഫോർ എക്സാമ്പിൾ, ബേസ് ഡയറക്ഷൻ ടെസ്റ്റ് ആണ് നമുക്ക് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ കോഡഡ് ഡയറക്ഷൻ ടെസ്റ്റ് ആ ചോദിക്കുക. ബേസ് ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ ഇവിടെ കോഡഡ് ബ്ലഡ് റിലേഷൻ ആണ്. സിമിലർലി കോഡഡ് ഇൻഇക്വാളിറ്റി, കോഡഡ് സിലോജിസം പ്ലസ് റിവേഴ്സ് സിലോജിസം ആൻഡ് കോഡിംഗ് ഡീകോഡിംഗ്, ആൽഫ ന്യൂമറിക് സീരീസ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. മെയിൻസിന് മുന്നേ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ആൻഡ് ഡേറ്റ സഫിഷ്യൻസി, ദെൻ കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ബൈനറി കോഡിംഗ്, ക്രിട്ടിക്കൽ റീസണിംഗ്, വെരി ഇമ്പോർട്ടന്റ്, ആൻഡ് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്. ഇത്രയുമാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒഴികെ നിങ്ങൾക്ക് മെയിൻസിന് പഠിക്കാനുള്ള ടോപ്പിക്. എല്ലാവർക്കും അറിയാം, പ്രിലിംസ് കഴിഞ്ഞ് ഒറ്റ മാസത്തിനുള്ളിൽ മെയിൻസ് ഉണ്ട് അല്ലെ. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് എന്തായാലും മെയിൻസ് ഉണ്ട്. അപ്പോ നമ്മൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നതിന് അതിലെ കാര്യമുണ്ടോ? ഇല്ല.
ഈ പ്രിലിംസിന് അടുപ്പിച്ചുള്ള ദിവസത്തെ കാര്യമല്ല, ഞാൻ ഓൾറെഡി നിങ്ങളോട് ആ ഒരു ഐഡിയ പറയുകയാണ്. അതായത് ഇതാണ് അതിന്റെ റിയാലിറ്റി. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മളിപ്പോ തന്നെ അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ അത് തന്നെയാണ്. നമുക്ക് ഈ കൊല്ലത്തെ IBPSന്റെ കലണ്ടർ വന്നത് നമുക്ക് ജൂലൈ 27-നാണ് നമ്മുടെ RRB PO സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അന്നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഇപ്പോഴേ പ്രിലിംസ് പഠിച്ച് അതിന്റെ പാരലൽ ആയിട്ട് നമ്മൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇതാണ് മിസ്ലേനിയസ്. ക്ലർക്ക് എക്സാമുകളിൽ പൊതുവെ മിസ്ലേനിയസിൽ നിന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചോദിക്കില്ല എന്നല്ല, പക്ഷേ മിസ്ലേനിയസിൽ നിന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഇതെല്ലാ ടോപ്പിക്കും എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി മെയിൻസ് പസിൽസ് എന്താ? നമ്മളെ പ്രിലിംസിന് പറഞ്ഞ എല്ലാ പസിൽസും മെയിൻസിന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് 2 വേരിയബിൾ വരെയാണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ 3 വേരിയബിൾ ക്വസ്റ്റ്യൻസ്, 4 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ അവിടെ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മളെ കൂട്ടമായിട്ടാണ് വരാറ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തില് ഒരു സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടെ നമ്മളോട് ചോദിക്കാം. അതായത് ഒരു സ്ക്വയർ ടേബിൾ, അതിന് ഇപ്പം പേഴ്സൺസ് എല്ലാം ഫേസിങ് ഔട്ട്സൈഡ് ആണ്. അതിന്റെ കോൺസെൻട്രിക് ആയിട്ട് ഒരു ട്രയാങ്കുലർ സീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അവിടെ വേണ്ട നമ്മളുടെ കോർണറിലെ പേഴ്സൺസ് ഇരിക്കുന്നു. അങ്ങനെ ചോദിക്കാം. ഇതൊരു എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ പല രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് ഓൾസോ ബ്ലഡ് റിലേഷൻ പസിൽസ് ചോദിക്കാം. ബ്ലഡ് റിലേഷനും സീറ്റിംഗ് അറേഞ്ച്മെന്റൂടെ മിക്സ് ചെയ്തിട്ട് വരാം. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, എല്ലാ പേഴ്സൺസും നോർത്തിലേക്ക് ഫേസ് ചെയ്യാണ്. നമ്മളോട് ബ്ലഡ് റിലേഷൻ കണ്ടീഷൻസ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് അറിയോ? ലെഫ്റ്റിൽ എൻഡിൽ ഇരിക്കുന്ന ആള് എയുടെ സിബ്ലിംഗ് ആണ്, അല്ലെങ്കിൽ എയുടെ ഹസ്ബൻഡ് ആണ്, അല്ലെങ്കിൽ എയുടെ അങ്കിൾ ആണ്. അപ്പൊ ലെഫ്റ്റിൽ ഇരിക്കുന്ന ആളെ നമുക്കറിയില്ല, അങ്കിൾ ഏതാണെന്നും നമുക്കറിയില്ല. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ, ഒരു കണ്ടീഷൻ പറഞ്ഞതാണ്. അപ്പൊ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് മെയിൻസിന് വരാറുണ്ട്. നമ്മള് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കട്ട് ഓഫ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ നോക്കുമ്പോൾ മെയിൻസിന്റെ കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ വന്നത് 103-ഉം പ്രിലിംസിന്റെ കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ വന്നത് 82 ആണ്. കഴിഞ്ഞ 5 വർഷം നമ്മൾ നോക്കുമ്പോൾ അല്ലെ. മെയിൻസ് ഔട്ട് ഓഫ് 200-ഉം പ്രിലിംസ് ഔട്ട് ഓഫ് 100-ഉം ആണ്. അപ്പൊ ശരിക്കും നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ, പ്രത്യേകിച്ച് ഈ കൊല്ലം കേരളത്തിൽ നമുക്ക് ബൾക്ക് വേക്കൻസി ആണ് അല്ലെ. 400+ വേക്കൻസി ആണ് നമുക്ക് കേരളത്തിനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ പ്രയോറിറ്റി പ്രിലിംസിന് കൊടുക്കുക. മെയിൻസ് ചെയ്യേണ്ട, കാരണം നമ്മുടെ സ്പീഡിനെ ബാധിക്കും. പിന്നെ മെയിൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, ഇതേപോലെ തന്നെ നമുക്ക് മെയിൻസിന്റെയും സെക്ഷണൽസ് ചെയ്യാം. നിങ്ങൾ മിസ്ലേനിയസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പസിൽസിലേക്ക് വരിക. അവിടെ ആ ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും വർക്ക്ഔട്ട് ആവുക. കാരണം മെയിൻസിന്റെ പസിൽസ് പ്രിലിംസിന്റെ പസിൽസ് പോലെയല്ല, നമുക്ക് ഇച്ചിരൂടെ ലെവല് കൂടുതലാണ്. അപ്പൊ അവിടെ ഏറ്റവും ബെറ്റർ നമുക്ക് എന്ത് ചെയ്യാം? മിസ്ലേനിയസ് ചെയ്തിട്ട് മാത്രം പസിൽസിലേക്ക് വരിക. എവിടെ? മെയിൻസിന്. അത് നിങ്ങൾ ഇപ്പം ചെയ്യണ്ട. നിങ്ങൾ പ്രിലിംസിന്റെ നിങ്ങളുടെ എക്സാം, ഇപ്പൊ ചിലർക്ക് 22-ാം തീയതി എക്സാം ഉണ്ടാവും, ചിലർക്ക് 27, 28 എക്സാം ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ പ്രിലിംസിന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെയിൻസിന്റെ ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, റീസണിങ്ങിന്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. കംപ്ലീറ്റ് മിസ്ലേനിയസും ആദ്യം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? പസിൽസിലേക്ക് വരിക. അവിടെ മെയിൻസിന് അത് തന്നെയായിരിക്കും ബെറ്റർ. പ്രിലിംസിന് നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യുക. പക്ഷെ എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? 35 ഔട്ട് ഓഫ് 35. ഇവിടെ നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല അല്ലെ. ഇപ്പൊ റീസണിങ്ങിന് 35 മേടിച്ചാൽ, റീസണിങ് സ്ട്രോങ് ആയിട്ടുള്ളവർ ഉറപ്പായിട്ട് 35 മേടിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളവരും അതിലേക്ക് എത്താൻ ശ്രമിക്കുക. വളരെ എളുപ്പമായിരിക്കട്ടെ നമ്മളുടെ എക്സാം. നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ ഉറപ്പായിട്ടും SBI ക്ലർക്കിന് വേണ്ടിയിട്ട് മാരത്തോൺ സെഷൻ ഉറപ്പായിട്ടും നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരെയും നമുക്ക് മാരത്തോൺ സെഷനിൽ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓൾ ദി ബെസ്റ്റ്.